എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ അദ്ദേഹം വധഭീഷണിയുടെ നിഴലിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. ഇസ്ലാം സമുദായത്തിലെ പല അനാചാരങ്ങൾക്കും സ്ത്രീ വിരുദ്ധതയ്ക്കൊക്കെ എതിരെ നിരന്തരം പോരാടുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന് വധഭീഷണി എന്നല്ല, അദ്ദേഹത്തിന് ഡോഗ് വിസിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് മീഡിയ വൺ ചാനലിലൂടെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ തക്കതായുള്ള രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. നിരന്തരം അത്തരം വാർത്തകൾ കൊടുത്തിട്ട് ഇയാളൊരു ഇസ്ലാമിക വിരുദ്ധനാണെന്ന് വീണ്ടും വീണ്ടും എടുത്തു കാണിച്ചിട്ട് അതുവഴി ആക്രമിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ മീഡിയ വണ്ണിന്റെ സകലമാന രാജ്യവിരുദ്ധ എന്താ പറയുന്നത് ചർച്ചകളും നടത്തുന്നത് ഈ അടുപ്പുകൂട്ടി ചർച്ച. അതെ, ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ഓരോരുത്തരെയും വിധിക്കുന്നതും ആ ആൾക്കാർക്കെതിരെ ഇവർ ശക്തമായിട്ട് ഇവരുടെ വരികൾക്കിടയിലൂടെ ഇത് കേട്ട് വരുമ്പോൾ ഈ ആരെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതും ഈ അടുപ്പുകൂട്ടി ചർച്ച മുഖേനയാണ്. അങ്ങനെയുള്ള ഒരു ചർച്ചയും മാത്രമല്ല, മീഡിയ വൺ എന്ന മാധ്യമവും നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ പത്രമാണ് മാധ്യമം, അവരുടെ ഇലക്ട്രോണിക് മീഡിയയാണ് ഈ മീഡിയ വൺ ചാനൽ. കാരണം ആരിഫ് ഹുസൈനും മറ്റേ ജാമിദ ടീച്ചറും പോലെയുള്ള ജാമിദ ടീച്ചർ എക്സ് മുസ്ലിം അല്ലേ ആണെന്ന് തോന്നുന്നു. അതായത് നിലപാട് വ്യക്തമാക്കുന്നവരാണ്. അതെ, ഇസ്ലാം മതത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അവര് പരസ്യമായിട്ട് രംഗത്ത് വന്ന് ഇതിനെതിരെ ഇപ്പം ആരിഫ് ഹുസൈൻ ഇതിനായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് തുറന്നു വെച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഭയങ്കര രീതിയിലുള്ള ഭീഷണിയും വിരട്ടലും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെയൊക്കെ താഴെ വന്ന് കമൻറ്റ് ഇട്ടേക്കണൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു. കാര്യം ഒരു മനുഷ്യൻ ഇത്രയും ഒരു സംഘം ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ ഈ ഇത്തരത്തിലുള്ള ഇത് ആരാണോ എതിർക്കുന്നത് അവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ CPM സൈബർ ഗുണ്ടകളെയും തോൽപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇതിൻ്റെ താഴെ കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദമായിട്ട് നമ്മുടെ കൈവശം ഉണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാം കൊടുത്തിട്ടുണ്ട്. മീഡിയ വണ്ണിനെതിരെ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആഹ്വാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഇസ്ലാം സാധാരണ ഒരു മാധ്യമ വിമർശനത്തിനപ്പുറം നടന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന എക്സ് മുസ്ലിം ശബ്ദങ്ങളെ വെറുപ്പ് പ്രചരിക്കുന്നവർ, വർഗീയത ഉണ്ടാക്കുന്നവർ, അക്രമത്തിന് അന്തരീക്ഷം ഒരുക്കുന്നവർ, മുസ്ലിം വിരോധികൾ എന്നിങ്ങനെ ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ വില്ലനാക്കാനുള്ള ശ്രമമാണ് മീഡിയ വൺ നടത്തുന്നത് എന്നാണ് പറഞ്ഞാൽ. നമ്മളുടെ മുന്നിൽ ചില അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ പ്രൊഫസർ TJ ജോസഫിനെയൊക്കെ പോലുള്ള ആളുകൾക്കുണ്ടായ ദുരന്തം. അതെ, ശരിക്കും പറഞ്ഞാൽ അത് വളരെ കരുതിക്കൂട്ടി നടത്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കും, തുടർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതായത് തനിക്കെതിരെയും തന്നെ പോലെയുള്ള മുസ്ലിം വിമർശകർക്കെതിരെയും സംഘടിതമോ അസംഘടിതമോ ആക്രമണങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ ന്യായീകരണം ഒരുക്കുന്ന ഡോഗ് വിസിലിംഗ് ആണ് ഇവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതായത് ആഹ്വാനം ചെയ്യുകയാണ് ഇവര്. ആക്രമിക്കാൻ പറയില്ല, അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഇത് പറഞ്ഞ് ഇവർക്ക് എതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാരും പോലീസും ഇന്റലിജൻസും ഇന്ത്യയിലുള്ള സകല നിയമ സംവിധാനങ്ങളും ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നാണ്. അപ്പൊ ഇത് ഇദ്ദേഹം പറയുന്നു, ഞാൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്, പക്ഷെ ഇസ്ലാം വിട്ടത് മുസ്ലിങ്ങളുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതിൻ്റെ ആശയപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ വിരുദ്ധതയാണ്. അടിമത്ത അനുകൂല അധ്യാപനങ്ങളും സ്ത്രീ വിരുദ്ധതയും കാരണമാണ് ഞാൻ എക്സ് മുസ്ലിമായ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇന്ന് ഞാൻ ജിഹാദ്, മതാധിപത്യം, മതത്യാഗത്തോടുള്ള അസഹിഷ്ണുത, സ്ത്രീ വിരുദ്ധത, ശരീഅത്ത് രാഷ്ട്രീയത്തിൻ്റെ അപകടം, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആശയവേരുകൾ എന്നിവയെല്ലാം വിമർശിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഇതിനകത്ത്. അത് എൻ്റെ അവകാശം മാത്രമല്ല, ജനാധിപത്യ സമൂഹത്തിലെ ബൗദ്ധിക ഉത്തരവാദിത്തമാണ്. വളരെ രസകരമായ കാര്യത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ, കുറച്ച് ദളിത് ആക്ടിവിസ്റ്റുകൾ അല്ലാത്തവരൊക്കെ ഉണ്ട്. ഇവർ ഹിന്ദുത്വത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് അതിരൂക്ഷമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർ ആശ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നേരെ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണിയോ വധഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉയരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ മറ്റൊരു പ്രധാനം. അതെ, അതായത് അദ്ദേഹം മുസ്ലിങ്ങളോട് വെറുപ്പില്ല, പക്ഷെ മറിച്ച് ഞാൻ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ആദ്യ ഇരകളായി കാണുന്നുവെന്നാണ്. അതാണ് കാര്യം. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ അതിൽ എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്നു. ഒരു വിശ്വാസ വ്യവസ്ഥയുടെ ഉള്ളിൽ ജനിച്ചവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഏറ്റവും പ്രയാസമാണ്.
അത് ഏതടഞ്ഞ ആശയവ്യവസ്ഥയിലും സംഭവിക്കും. മതം അതിനെ ആത്മീയത എന്ന് വിളിക്കും, ഞാൻ അതിനെ ആശയപരമായ തടവെന്ന് വിളിക്കും. കൃത്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മളൊരു മതത്തിൽ വന്ന് ജനിക്കും, നമ്മൾ ചെറുപ്പം മുതലേ ഈ മതത്തിന്റെ തടവ്. ഇവരാണെങ്കിൽ കുട്ടിക്കാലം മുതൽ തന്നെ പള്ളിയിലൊക്കെ അതാണ് പറഞ്ഞത്. ക്ലാസ് അതിപ്പം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മളെ ഉള്ളിലേക്ക് നമ്മുടെ ആ സമുദായപരമല്ല ജാതിപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമുക്ക് പകർന്നു തരികയാണ്. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, പണ്ടത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ചിന്തിക്കുകയില്ല. ഇത് നമ്മൾ മരിക്കുന്ന വരെ നമ്മൾ ഇത് കൊണ്ട് നടക്കും. നമ്മൾ ഈ ആകാശത്തിന് മേളിൽ സ്വർഗമാണെന്ന് നമ്മൾ വിശ്വസിച്ച് നടക്കും. നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഭൂമി കഴിഞ്ഞാൽ മുകളിൽ സ്വർഗമാണ്, താഴെ പാതാളം, അവിടെ ഒരുപാട് രാക്ഷസന്മാർ വസിക്കുന്ന സ്ഥലമാണ്. നമുക്ക് നാടൻ പ്രയോഗം മരിച്ച മുകളിൽ നിൽക്കുകയാണെന്ന് നമ്മൾ അതെ അങ്ങനെ പറയും. പക്ഷെ എന്താണ് മുകളിൽ? എന്താണ് മേളിൽ? ഒന്നുമില്ല. മേളിൽ എന്താ? ശൂന്യാകാശം. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. എന്താണ് ഇത്? വയലാർ എഴുതി. എന്താണ്? തലയ്ക്ക് മേലിൽ ഒന്നുമില്ല, ശൂന്യാകാശമാണ്, താഴെ മരുഭൂമി, മരണാനന്തര ജീവിതം. ഇതൊക്കെ നമ്മളിൽ പക്ഷെ നമ്മൾ ആരെങ്കിലും ഇതിന്റെ നിജസ്ഥിതി പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ കിട്ടിയ പാതി കിട്ടാത്ത പാതി നമ്മൾ തൊള്ളാതെ വിഴുങ്ങി നമ്മൾ ഇതിൽ ആകൃഷ്ടരായി വശംവദരായി നമ്മൾ ഈ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ കുട്ടിക്കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്ന് വളരെ സജീവമായിരുന്നു. കേരളമൊക്കെ. അപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ വന്ന് ചില ഇതിന്റെ പ്രമുഖ അധ്യാപകർ തന്നെയാണ് അവർ പ്രത്യേകം ക്ലാസ് എടുക്കുകയും ഇതേക്കുറിച്ചുള്ള ശാസ്ത്രാവബോധമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഇപ്പോഴത്തെ വീട്ടിൽ ഞാൻ പറയാറുള്ള കാര്യമാണ്. ഈ അന്ന് പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ണാടി ഗ്ലാസ്സിൽ നമ്മൾ ചൂട് ചായ വെള്ളം എടുത്ത് ഒഴിച്ചാൽ പെട്ടെന്ന് പൊട്ടാതിരിക്കണം. നിങ്ങൾ ഒരു സ്റ്റീൽ സ്പൂൺ അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, പൊട്ടില്ല എന്നാണ് നമ്മളെ പെട്ടെന്ന് പരീക്ഷിക്കുക. അത് വിജയിക്കുകയും ചെയ്തു. സ്പൂൺ വലിച്ചെടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ മാത്രമല്ല നമ്മൾ ഈ അന്ന് നമ്മളെ അന്ധവിശ്വാസങ്ങളെ പലപ്പോഴും അവർ പൊളിച്ചാട്ടാറുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് അതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പറയാം. പക്ഷെ നമ്മളെ സമ്മതിക്കില്ല. എന്താണെന്നറിയോ? നമ്മൾ ആ കാര്യം വീട്ടിൽ പറഞ്ഞാൽ നമുക്ക് അടി കിട്ടും. കാരണം നമ്മുടെ മാതാപിതാക്കളെ ഇതിന് അടിമകളാക്കി വെച്ചിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധമല്ല, ഇപ്പൊ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ന്യൂജൻ പിള്ളേർ ഇത് വിശ്വസിക്കുക. ഈ ആകാശത്തിന് മേളിൽ പിന്നെ ചന്ദ്രമണ്ഡലവും അതിനു മേളിൽ സ്വർഗവുമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? അല്ല, ഞാൻ പറയുന്നത് ഈ ന്യൂജൻ പിള്ളേരെ പലരും നമ്മളെ വളരെ കളിയാക്കി പറയുമ്പോൾ ഞാൻ അവരെ കുറെ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇത്തരം കാര്യം അവൻ ഉടനെ ഗൂഗിൾ ചെയ്യും, വാട്ട് ഈസ് സ്വർഗ. അപ്പൊ ഉടനെ അതിനകത്ത് അടിച്ചു വരും, ഇറ്റ്സ് എ മിത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചു വരും. അടിച്ചു വന്നു കഴിയുമ്പോൾ ഇത് ഹിന്ദു പുരാണെങ്കിൽ പറയുന്ന ഒരു മിത്താണ് എന്ന് പറയുമ്പോൾ അവൻ പറയും പോയി വേറെ പണിയല്ലോ നോക്കാന്ന് പറയും. അല്ല, മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജാതി മത ചിന്ത വളരെ കുറഞ്ഞവരാണ്. അതെ, ഈ ന്യൂജനിലെ പിള്ളേർ അവരെ ചിന്തിക്കുന്നതേ ഇല്ല. ഇപ്പൊ ഇവിടെ ഈ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ജാതി അല്ലാതെ വേറെ അങ്ങനെ ഒരു വിഷയത്തിൽ അവർ വിശ്വസിക്കും. മാത്രമല്ല ഇപ്പൊ വിവാഹങ്ങളിൽ തന്നെ കണ്ടില്ല, നമ്മൾ വിവാഹങ്ങളിൽ മിശ്രവിവാഹങ്ങൾ വളരെ വ്യാപകമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ മിശ്രവിവാഹം വളരെ അപൂർവം. അല്ല, ഈ കുട്ടികൾ അപ്പോഴേ ഗൂഗിൾ ചെയ്യുകയാണ് ഇത് എന്താണെന്നുള്ളത്. അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലായാലും ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലായാലും ഒരുപാട് കുട്ടികൾ ഇതിന് മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന് അടിമകളായി. അതാണ് ഇദ്ദേഹം പറയുന്നത്, മതം അതിനെ ആത്മീയത എന്ന് വിളിക്കും, ഞാൻ അതിനെ ആശയപരമായ തടവെന്ന് വിളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ മതപാഠശാലകളിൽ പോയി അവർ പഠിക്കുന്നുണ്ട് പല സമുദായങ്ങളിൽ. അത് അവിടെ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഇദ്ദേഹം പറയുന്നത് എന്റെ വിമർശനം ഇസ്ലാമിനെയും ജിഹാദിസത്തെയും കുറിച്ച്, അതിനെ ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം എന്ന് റീഡയറക്ട് ചെയ്യുന്നത് പഴയ ഇസ്ലാമിക അപ്പോളജറ്റിക് ജിഹാദി തന്ത്രമാണ്. അതായത് നമ്മൾ ഇസ്ലാമിനെയും ജിഹാദിനെയും വിമർശിക്കുമ്പോൾ അതിനെ ഇസ്ലാമോഫോബിയ എന്നാക്കി മാറ്റുകയാണ്. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും ഉടനെ അത് ഇസ്ലാമോഫോബിയ ആക്കി മാറ്റി ആ ആൾക്കെതിരെ ഇവര് ജിഹാദ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് വരുന്നത്. അടുത്തത് ചോദ്യം ഇസ്ലാമിനോടാണെങ്കിൽ മുസ്ലിങ്ങൾ അപകടത്തിലാണെന്നായിരിക്കും മറുപടി. മറുപടി. വിമർശനം ഖുറാനിനോടാണെങ്കിൽ കരച്ചിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച്. ചോദ്യം ജിഹാദിസത്തോടാണെങ്കിൽ നിങ്ങൾ മുസ്ലിം വിരോധിയാണ് എന്ന് പറയുന്നു. ഇത് ചർച്ചയല്ല, ഡിഫ്ലക്ഷൻ ആണ്. പുതിയ ഗ്രാഫിക്സ് ചേർത്താൽ പ്രോപ്പഗൻഡ ഉടനെ ഡോക്യുമെന്ററി ആവില്ല, അത് പ്രോപ്പഗൻഡ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ചേകന്നൂർ മൗലവിയുടെ കഥ പറയുന്നുണ്ട്. ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഇപ്പോഴും ആർക്കറിയില്ല. ഇതിന്റെ ഭൗതികദേഹം പോലും ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഒരിക്കലും മലപ്പുറം ജില്ലയിലെ ഏതോ ഭാഗത്ത് കുറെ മണ്ണൊക്കെ നീക്കി അവിടെ ആണ് സംസ്കരിച്ചത് കണ്ട് വാർത്തയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹത്തെ ഒരു ജീപ്പിൽ വന്ന് കുറച്ച് ആളുകൾ എന്തോ ചടങ്ങിന് ക്ഷണിച്ചുകൊണ്ട് പോയത്, പിന്നെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ചില മുന്നറിയിപ്പുകളാണ്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നാളെ ഒരുപക്ഷെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. അല്ല, മീഡിയ വൺ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, മീഡിയ വണ്ണിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം, അതായത് മീഡിയ വൺ ചെയ്യുന്നത്, അതായത്
എക്സ് മുസ്ലിം വിമർശകരെ മനുഷ്യരായി കാണാതെ ഒരു ഭീഷണിയായിട്ട് അങ്ങ് ഫ്രെയിം ചെയ്യുകയാണ്. അയ്യന്മാർ മതവിദ്വേഷികളാണ്, അതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. വിമർശകനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവൻ സമൂഹത്തിന് അപകടം എന്ന രീതിയിൽ ചിത്രീകരിക്കുകയാണ്. അവനെ അങ്ങനെ ഡീഹ്യൂമനൈസ് ചെയ്യുകയാണ്. അങ്ങനെ നാളെ ഏതെങ്കിലും ഒരു ജിഹാദി മതഭ്രാന്തൻ ഈ ഭാഷ കേട്ട് ആക്രമിച്ചാൽ ആ ഭാഷ ഉപയോഗിച്ച മാധ്യമങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ രക്ഷപ്പെടാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇവരെല്ലാം ഇത് വിശദമായിട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. TS ശ്യാംകുമാറിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചും എല്ലാം അദ്ദേഹം ഇതിനകത്ത് ഈ TS ശ്യാംകുമാർ വന്ന് ഹിന്ദുത്വത്തെ ചീത്ത വിളിക്കും. അത് എവിടെയാണ് ചീത്ത വിളിക്കുന്നത് അറിയാം? മാധ്യമം ദിനപത്രത്തിലും മീഡിയ വൺ ചാനലിലും. അപ്പൊ എന്തുകൊണ്ട് ആരും ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞ് വരുന്നില്ല? ആരും വരാറില്ല. സണ്ണി കബിക്കാട് ഹിന്ദു സാമൂഹിക ഘടനകളെ കടുത്ത ഭാഷ വിമർശിക്കുമ്പോഴും ആരും നിങ്ങൾക്ക് ഹിന്ദുക്കളോട് വെറുപ്പാണോ എന്ന് ചോദിക്കും. മാത്രമല്ല, സണ്ണി കബിക്കാട് എപ്പോഴും അദ്ദേഹം മുസ്ലിം അനുകൂല നിലപാടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും അദ്ദേഹം പറയും കുറച്ച്. അപ്പൊ അദ്ദേഹം തൽക്കാലം സേഫാണ്. ആരിഫ് ഹുസൈൻ മാത്രമാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യത്തുണ്ടല്ലോ, സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ. വേറൊരു കാര്യം കൂടെ പുള്ളി പണ്ട് ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ട് അംബേദ്കറിന്റെ ഇസ്ലാം വിമർശനത്തെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കിടന്നു പുളഞ്ഞത് നാട്ടുകാർ കണ്ടതാണ്. അത് വലിയൊരു സംഭവമായിരുന്നു, ഓർക്കുന്നില്ല? അതെ അതെ അതെ. അതായത് അംബേദ്കറെ കുറിച്ച് സംസാരിക്കാൻ വരുന്ന ദളിത് ചിന്തകരുടെ ആക്ടിവിസ്റ്റുകളുടെ ഇടയിലേക്ക് വന്ന ശ്രീജിത്ത് പണിക്കർ ഇവരുടെ മുഖംമൂടി വലിച്ചു കയറി കൈ കൊടുത്തു. കൃത്യമായിട്ട് അദ്ദേഹം അംബേദ്കർ ആരാണെന്നും എന്താണെന്നും പഠിച്ചു എന്ന് പറഞ്ഞു. ഇവരങ്ങനെ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ചയ്ക്ക് വരുന്ന ആളൊക്കെ തന്നെ അറിയില്ല, നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ, ഈ വിമർശനങ്ങൾ അദ്ദേഹം എക്സ് മുസ്ലിം എന്നുള്ള നിലയിൽ രൂക്ഷമായ വിമർശനമാണ്. ഓരോ ഉസ്താദും വന്ന് ഓരോ വീഡിയോ ഇടും, അദ്ദേഹം അതിനെ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായിട്ട് വീഡിയോ ആക്കി ആ ഉസ്താദിനെ പൊളിച്ച് കൈ കൊടുക്കും. മാത്രം അദ്ദേഹം അതിന്റെ ശാസ്ത്രീയ വശം, അദ്ദേഹം ഡോക്ടറായിരുന്നു, അദ്ദേഹം ഡോക്ടറായിരുന്നു, ഹോമിയോ ഡോക്ടർ മറ്റായിരുന്നു. അതെ, ഡോക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും അതിന്റെ ശാസ്ത്രീയ വശം പറയാറിയാം ഇവർ പറയുന്ന ഓരോ കാര്യത്തിന്. അതുകൊണ്ട് കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഈ ഒരു ഭീഷണി പോയത്. അദ്ദേഹം ഏറ്റവും അവസാനം മീഡിയ വൺ, നിങ്ങൾ എന്നെ വിമർശിക്കാം, ഞാൻ മറുപടി പറയും, അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ വിമർശനത്തിലുള്ള മറുപടി വിമർശനമാണ്, ഭീഷണിയും ഡോഗ് വിസ്ലിങ്ങും അല്ല. അതായത് ഒരു ആശയപരമായി മുട്ടുമ്പോഴാണല്ലോ ഇവർ ആക്രമിക്കാൻ വരുന്നത്. CPM-ന്റെ രീതി അതല്ലേ, ആശയപരമായിട്ട് നേരിടാൻ വരുമ്പോൾ ഇവർ ആക്രമിക്കാൻ വരും. അപ്പൊ ഈ നേരിടുന്നവനെ, ഈ ആശയപരമായിട്ട് വിമർശിക്കുന്നവൻ പോയി വിട്ടും. അതെ, ഞാൻ മതം വിട്ടത് മറ്റൊരു ഭയം ഏറ്റെടുക്കാനല്ല, ഞാൻ സംസാരിക്കും കൂടുതൽ വ്യക്തമായി, കൂടുതൽ തെളിവുകളോടെ, കൂടുതൽ ശക്തമായി. ഞാനത് കാണുന്നു, ഞാനത് രേഖപ്പെടുത്തുന്നു, ഞാനത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. മുക്കാൽ മീഡിയയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചകളിൽ എന്നെ വിളിക്കുക. നിങ്ങളുടെ പൊള്ളത്തരവും ജിഹാദിത്തരവും ഇരട്ടത്താപ്പ് ഞാൻ പൊളിച്ചു കാണിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. പറ്റുമെങ്കിൽ എന്നെയും നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാം. ഏതായാലും ഈ ജിഹാദി ഫോർമുലയുള്ള ഡോഗ് വിസിൽ ഞാൻ കാര്യമായി എടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്രയും അറിവുള്ള മനുഷ്യർക്ക് ചർച്ചയ്ക്ക് വരുന്ന വിളിക്കില്ല, പൊളിച്ചെടുക്കുമെന്നായിട്ട് അറിയാമല്ലോ. അതാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് നമ്മുടെ നാട്ടിലെ വളരെ വിചിത്രമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പം നമുക്ക് ഈ ഇദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ്റെ ഈ ഒരു പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് പോലും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടി വരും.